നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ തുടങ്ങാം. നമ്മളിന്ന് നമ്മുടെ ബയോളജിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് എടുക്കാനായിട്ട് പോകുന്നത്. സോ ഇൻ ദ പ്രീവിയസ് ക്ലാസ്, മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എവിടെ വരെയാണ്? സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ, ന്യൂറോണിൻ്റെ ഘടന വരെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി അവിടെ നിന്ന് തുടങ്ങുമ്പോൾ അങ്ങോട്ട് പോവാം. നമ്മൾ പറയുക, ന്യൂറോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചില ഭാഗങ്ങൾ കണ്ടു. ന്യൂറോണിൽ ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സൈറ്റോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, ഇത്രയും ഭാഗങ്ങൾ കണ്ടു. ആൻഡ് ഈ പറയുന്ന ആക്സോണിനെ സറൗണ്ട് ചെയ്തുകൊണ്ട്, വലയം ചെയ്തുകൊണ്ട്, ദർ ഈസ് എ ലിപ്പിഡ് കണ്ടെയ്നിങ് മെംബ്രെയിൻ. എന്തുണ്ടെന്ന് പറഞ്ഞു? നമ്മൾ ഒരു കൊഴുപ്പ് നിർമ്മിതമായ ഒരു ആവരണം കാണപ്പെടുന്നുണ്ട്. ആ ആവരണത്തിന് നമ്മളൊരു പേരും വിളിച്ചു. എന്താണ് വിളിച്ചത്? നമ്മൾ മൈലിൻ ഷീത്ത് എന്നും വിളിച്ചു. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ആ മൈലിൻ ഷീത്തിൽ അങ്ങോട്ട് തുടങ്ങാം. മൈലിൻ ഷീത്ത്, മലയാളത്തിൽ മൈലിൻ ഉറ എന്ന് നമ്മൾ പറയും. അപ്പോൾ മൈലിൻ ഷീത്തിനെ എടുത്തു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് മൈലിൻ ഷീത്ത് ഓൺ ദിസ് ആക്സോൺ? ആക്സോണിൽ മൈലിൻ ഷീത്തിൻ്റെ ആവശ്യകത എന്ത്, പ്രാധാന്യം എന്ത്? അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, മൈലിൻ ഷീത്തിൽ നമ്മൾ പറഞ്ഞ നമ്മുടെ ന്യൂറോണിന് ഏകദേശം ദ ലോങ്ങസ്റ്റ് ന്യൂറോൺ ഹാവ് അപ്രോക്സിമേറ്റ്ലി 100 സെൻറ്റിമീറ്റർ ലെങ്ത് ഓർ ലോങ് എന്ന് പറയാം നമുക്ക്. ന്യൂറോൺ ഏകദേശം ഏറ്റവും നീളം കൂടിയ ന്യൂറോണിന് 100 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ വരെ നീളമുണ്ട്. അപ്പോൾ ആ ന്യൂറോണിൽ ഏറ്റവും നീളം കൂടിയ ഭാഗം, ദ ലോങ്ങസ്റ്റ് പാർട്ട് ഓഫ് ദ ന്യൂറോൺ ഈസ് ദ ആക്സോൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്, ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ആക്സോണിലൂടെ ഇത്രയും ദൂരം ആവേഗങ്ങൾ കടന്നു പോകണം, ഇമ്പൾസസ് കടന്നു പോകണം. അപ്പോൾ വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡാണ്, വളരെ ചെറിയ സമയം, അതായത് ഒരു സെക്കൻഡ് പോലും ആവശ്യമില്ല നമ്മുടെ കാൽവിരൽ തുമ്പിൽ നിന്ന് ആവേഗങ്ങൾ എവിടെ എത്താൻ, മെസ്സേജസ് എവിടേക്ക് എത്താൻ, നമ്മുടെ ബ്രെയിനിലേക്ക് എത്താൻ, മസ്തിഷ്കത്തിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അത്രയും പെട്ടെന്ന്, അത്രയും വേഗത്തിൽ ഈ പറയുന്ന ആവേഗങ്ങൾ മസ്തിഷ്കത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത് ആരാണ്? മൈലിൻ ഷീത്താണ്. അപ്പോൾ മൈലിൻ ഷീത്തിൻ്റെ ഒരു ഫങ്ഷൻ നമ്മളിവിടെ പറയാണ് ആക്സിലറേറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആക്സിലറേറ്റ് ദ റേറ്റ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. ആവേഗങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുന്നു. ആക്സിലറേറ്റ് ദ റേറ്റ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. ആവേഗങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത്തെ പണി, ദ പ്രൊട്ടക്റ്റ്, സംരക്ഷിക്കുന്നു. ദ പ്രൊട്ടക്റ്റ് the axons or neurons from the external shocks and injuries. ബാഹ്യ ക്ഷതങ്ങളിൽ നിന്ന് ന്യൂറോണുകളെ സംരക്ഷിക്കുന്നു. രണ്ടാമത്തെ പണി. മൂന്നാമത്തെ, ഇറ്റ് ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ. ഇറ്റ് ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഒരു വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുന്നു. മൂന്നാമത്തെ. നാലാമത്തെ ഫങ്ഷൻ, they provide oxygen and nutrients to the axons. They provide oxygen and nutrients to the axon. ആക്സോണുകൾക്ക് ആവശ്യമായ ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും നൽകുക എന്ന പണിയും കൂടി ആരുടെയാണ്? ഈ പറയുന്ന ന്യൂറോണിൻ്റെയാണ്. ന്യൂറോണിലെ മൈലിൻ ഷീത്തിൻ്റെയാണ്. ഓക്കെ ആണോ? ഇത്രയാണ് ആരുടെ ഫങ്ഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു. അപ്പോൾ ഇത്രയായാൽ
എന്തായി നമ്മുടെ ദ സ്ട്രക്ചർ ഓഫ് എ ന്യൂറോൺ, ന്യൂറോണിൻ്റെ ഒരു ഘടനയായി. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ദർ മേ ബി 2 ടൈപ്സ് ഓഫ് ന്യൂറോൺസ്. ന്യൂറോണുകൾ നമുക്ക് 2 തരത്തിലുണ്ട് എന്ന് പറയാം. എങ്ങനെ? ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ദ മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെയും അസാന്നിധ്യത്തിൻ്റെയും. മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോണുകളുണ്ട്, മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണുകളുണ്ട്. മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോണുകൾ, മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോണുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞു? ദേ ആർ ഷൈനി വൈറ്റ് ഇൻ കളർ. എന്താണെന്ന് പറഞ്ഞു? നല്ല തിളങ്ങുന്ന വെളുത്ത നിറമാണ്. ദേ ആർ ഷൈനി വൈറ്റ് ഇൻ കളർ. അവയെ നമ്മളൊരു പേര് വിളിക്കും. എന്താ പറയണേ? വൈറ്റ് മാറ്റർ. എന്ത് പേര് വിളിക്കും? വൈറ്റ് മാറ്റർ. മലയാളത്തിലും അങ്ങനെ തന്നെ കേട്ടാ, വൈറ്റ് മാറ്റർ. സോ ദ മൈലിനേറ്റഡ് ന്യൂറോൺസ് ആർ, മൈലിനേറ്റഡ് ന്യൂറോൺസ് ആർ എന്ത് കളറാണെന്ന് പറഞ്ഞു? ഷൈനി വൈറ്റ് ഇൻ കളർ. തിളങ്ങുന്ന വെളുത്ത നിറമാണ്. അത്തരം ന്യൂറോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വൈറ്റ് മാറ്റർ. അപ്പോൾ മൈലിൻ ഷീത്തോടു കൂടിയ ന്യൂറോണുകൾ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു. അവ വിളിച്ച പേരാണെന്ത്? വൈറ്റ് മാറ്റർ. അപ്പോൾ ഒരു പ്രത്യേകത, വേർ വി ക്യാൻ സീ ദിസ് വൈറ്റ് മാറ്റർ. എവിടെയാ ഈ വൈറ്റ് മാറ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കണേ? എവിടെയാണ് ഈ വൈറ്റ് മാറ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കണേ? എവിടെയാണ്? The white matter is commonly seen in the brain and spinal cord. എവിടെ കാണാമെന്ന് പറയണേ? മസ്തിഷ്കത്തിലും കാണാം, സുഷുമ്നയിലും കാണാം. The spinal cord എവിടെ കാണാമെന്ന് പറഞ്ഞേ? The white matter is commonly seen in the brain and spinal cord. ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ മസ്തിഷ്കം. മസ്തിഷ്കത്തിലും കാണാം. പിന്നെ എവിടെ കാണാം? സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാൽ സുഷുമ്ന, സുഷുമ്നയിലും കാണാം. അപ്പോൾ 2 സ്ഥലത്താണ് പ്രധാനമായിട്ട് നമുക്ക് ആരെ കാണാനായിട്ട് കഴിയണേ? വൈറ്റ് മാറ്ററിനെ കാണാനായിട്ട് കഴിയണേ. അപ്പോൾ ഇവിടെയുള്ള മൈലിൻ ഷീത്തിനൊരു പ്രത്യേകതയുണ്ട്. എവിടെയുള്ളത്? വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന സ്പൈനൽ കോഡിലെയും ബ്രെയിനിലെയും, അതായത് സുഷുമ്നയിലെയും അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെയും. എന്തിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്? മൈലിൻ ഷീറ്റിനൊരു പ്രത്യേകതയുണ്ട്. ദ മൈലിൻ ഷീറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ഈ പറയുന്ന മൈലിൻ ഷീറ്റ് നിർമ്മിച്ചിരിക്കുന്നത്, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് certain specialized cells. ചില പ്രത്യേക കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചില പ്രത്യേക കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന ഈ ആരെന്ന് പറഞ്ഞ് നമ്മൾ ബ്രെയിനിലും സ്പൈനൽ കോഡിലും കാണപ്പെടുന്ന മൈലിൻ ഷീത്ത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ചില പ്രത്യേക കോശങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞു. certain specialized cells കൊണ്ടാണെന്ന് പറഞ്ഞു. ആൻഡ് ദീസ് സ്പെഷ്യലൈസ്ഡ് സെൽസ് ആർ നോൺ ആസ്. ഈ പറയുന്ന പ്രത്യേക കോശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ്. എന്താ വിളിക്കണേ? ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക കേട്ടോ. പഴയ ടെക്സ്റ്റ് ബുക്കുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കാണാത്ത അല്ലെങ്കിൽ പരിചയപ്പെടാത്ത, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒരു പുതിയ ടേമാണ്. അതായത് ടെക്സ്റ്റ് ബുക്ക് മാറി ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് നമുക്ക് പഠിക്കാനുള്ള പുതിയൊരു ടേമാണ് ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ്. സോ വാട്ട് ആർ ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ്? എന്താണ് ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ് എന്നാൽ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ട ഉത്തരം എന്താണ്? The myelin sheath of the brain and spinal cord is made up of certain specialized cells. എന്താ പറയണേ? മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ചില പ്രത്യേക കോശങ്ങൾ കൊണ്ടാണ്. ആൻഡ് ദീസ് സ്പെഷ്യലൈസ്ഡ് സെൽസ് ആർ
ഈ പ്രത്യേക കോശങ്ങളെ നോൺ ആസ് പറയപ്പെടുന്നത്, വിളിക്കുന്നത് എന്ത് പേരാണ്? ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ്. വിളിക്കുന്ന പേരാണ് ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് വൈറ്റ് മാറ്റർ? എന്താണ് വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ചോദ്യങ്ങൾ നമുക്കിവിടെ പറയാം കേട്ടോ. വാട്ട് ഈസ് വൈറ്റ് മാറ്റർ? എന്താണ് വൈറ്റ് മാറ്റർ? The myelinated axons or neurons are shiny white in color. എന്താ പറഞ്ഞേ? മൈലിൻ ഷീത്തോട് കൂടിയ ആക്സോണുകൾ, ന്യൂറോണുകൾ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? തിളങ്ങുന്ന വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു. അത്തരം ന്യൂറോണുകളെ അല്ലെങ്കിൽ അത്തരം ആക്സോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വൈറ്റ് മാറ്റർ. അത്തരം ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ. ഓക്കെ ആണോ? എവിടെയാ വൈറ്റ് മാറ്റർ കാണുന്നത്? വേർ വി ക്യാൻ സീ ദിസ് വൈറ്റ് മാറ്റർ? എവിടെ കാണപ്പെടാം? ദേ ആർ സീൻ ഇൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. കാണപ്പെടുന്നത് ബ്രെയിനിലും മസ്തിഷ്കത്തിലും സുഷുമ്നയിലുമാണ്. ഇനി അവിടെയുള്ള ഈ പറയുന്ന വൈറ്റ് മാറ്റർ മൈലിൻ ഷീറ്റിന്റെ പ്രത്യേകത എന്താ? ദീസ് മൈലിൻ ഷീറ്റ്സ് ആർ മേഡ് അപ്പ് ഓഫ് സർട്ടൺ സ്പെഷ്യലൈസ്ഡ് സെൽസ്. ഈ പറയുന്ന മൈലിൻ ഷീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ചില പ്രത്യേക കോശങ്ങൾ കൊണ്ടാണ്. ആൻഡ് ദീസ് ആർ നോൺ ആസ് ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ്. ആ കോശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഒലിഗോ ഡെൻഡ്രോസൈറ്റ്സ്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയായ നമ്മുടെ എന്തായി? മൈലിൻ ഷീറ്റിന്റെ ഒരു ഭാഗം എങ്ങനെയുള്ളത്? മൈലിൻ ഷീത്തോട് കൂടിയ ന്യൂറോണുകൾ എന്ത് പേരിൽ പറയപ്പെട്ടു? വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്തൊരാളെ പറയാം. അപ്പോൾ ചില ഭാഗത്ത് ന്യൂറോണുകൾക്ക് എന്തില്ല? അപ്പോൾ മസ്തിഷ്കം, സുഷുമ്ന ഒഴിച്ചുള്ള മറ്റു ഭാഗങ്ങളിൽ ന്യൂറോണുകൾ അല്ലെങ്കിൽ സെൽ ബോഡി ഈസ് ഡിവൈഡ് ഓഫ് ദ മൈലിൻ ഷീത്ത് ഓർ നോൺ മൈലിനേറ്റഡ്. എന്തില്ല? മൈലിൻ ഷീത്ത് കാണപ്പെടുന്നില്ല. മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൈലിൻ ഷീത്ത് ഇല്ല എന്ന് പറയാം. അപ്പോൾ മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണുകൾ അല്ലെങ്കിൽ കാണപ്പെടാത്ത ന്യൂറോണുകൾ, ദ നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ് ഓർ ആക്സോൺസ് ഓർ ദ ആക്സോൺസ് വിച്ച് ആർ ഡിവൈഡ് ഓഫ് ദിസ് മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത് കാണാത്ത ന്യൂറോണുകൾ എന്ത് കളറിൽ കാണപ്പെടും? നോൺ മൈലിനേറ്റഡ്. നോൺ മൈലിനേറ്റഡ് ആക്സോൺസ് ആർ എന്ത് കളറാ? ദേ ആർ ഗ്രേ ഇൻ കളർ. അവർ നിറത്തിൽ കാണപ്പെടും? ചാര നിറത്തിൽ കാണപ്പെടും. ദേ ആർ ഗ്രേ ഇൻ കളർ. അപ്പം അത്തരത്തിലുള്ള ന്യൂറോണുകളെ, ആക്സോണുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്രേ മാറ്റർ. വിളിക്കുന്ന പേര് ഗ്രേ മാറ്റർ. മലയാളത്തിലും ഗ്രേ മാറ്റർ തന്നെ കേട്ടാ. കയ്യിലൊരു പുസ്തകവും പേനയൊക്കെ എടുത്ത് പിടിക്കുക കേട്ടാ. പറയുന്നതിൻ്റെ ഒപ്പം എഴുതിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സൗകര്യം ഉണ്ടാവും. കയ്യിലൊരു പുസ്തകവും പേനയൊക്കെ എടുത്ത് പിടിക്കുക. പുസ്തകവും പേനയും വെച്ച് പറയുന്നതിൻ്റെ ഒപ്പം എഴുതിയൊന്ന് പോവുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളോ, കുഴപ്പമില്ല, നമുക്ക് പറയാം കേട്ടോ. സോ 2 പറഞ്ഞു. ദ നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ് ആർ എന്തില്ലാത്തത്? മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണുകൾ അല്ലെങ്കിൽ ആക്സോണുകൾ എന്ത് നിറത്തിൽ കാണപ്പെടും? ഗ്രേ ഇൻ കളർ. ചാര നിറത്തിൽ കാണപ്പെടും. എന്ത് നിറത്തിൽ കാണപ്പെടും? ചാരനിറം. ചാരനിറത്തിൽ കാണപ്പെടും. ആൻഡ് ദേ ആർ നോൺ ആസ്, അവയെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രേ മാറ്റർ. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ചെറിയൊരു തരംതിരിക്കല, മൈലിൻ ഷീത്തുള്ള ന്യൂറോണുകളും ഇല്ലാത്ത ന്യൂറോണുകളും. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയായ നമ്മുടെ ആരുടെ സ്ട്രക്ചറായി? നമ്മുടെ ന്യൂറോണുകളുടെ സ്ട്രക്ചറായി. അപ്പോൾ ഒരു ചോദ്യം, 2 ടൈപ്പ് ന്യൂറോണുകളുണ്ട്, മൈലിൻ ഷീത്ത് ഉള്ളതും മൈലിൻ ഷീത്ത് ഇല്ലാത്തതും. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും. ഏതിലൂടെയാണ് വളരെ വേഗത്തിൽ ആവേഗങ്ങൾ കടന്നു പോവുക, സന്ദേശങ്ങൾ കടന്നു പോവുക? ഈ പറയുന്ന ഗ്രേ മാറ്ററിലൂടെയാണോ വൈറ്റ് മാറ്ററിലൂടെയാണോ? ഏതിലൂടെയായിരിക്കും? സിമ്പിളായിട്ട് പറഞ്ഞാൽ വൈറ്റ് മാറ്ററിലൂടെയാണ് അല്ലേ. നമ്മൾ പറഞ്ഞു മൈലിൻ ഷീത്തിൻ്റെ പണി, ദ ഫങ്ഷൻ ഓഫ് ദ മൈലിൻ ഷീറ്റ് ഈസ് ടു, മൈലിൻ ഷീറ്റിൻ്റെ പണി എന്താണ്? ഈസ് ടു ആക്സിലറേറ്റ്, വേഗത വർദ്ധിപ്പിക്കുക. എന്തിൻ്റെ? പ്രസരണ വേഗത വർദ്ധിപ്പിക്കുക. ആവേഗങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുക, സന്ദേശങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുക. ആക്സിലറേറ്റ് ദ റേറ്റ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്, ആവേഗങ്ങളുടെ പ്രസരണ വേഗത വർദ്ധിപ്പിക്കുക എന്നതാണ് അതിൻ്റെ പണി. അപ്പോൾ ആരിൽ? വൈറ്റ് മാറ്റർ കാണപ്പെടുന്ന ആക്സോണുകളിൽ വളരെ വേഗത്തിൽ, മറ്റേ വേഗം ഇല്ല എന്നല്ല പറയണേ, അതിനേക്കാൾ 10 ഇരട്ടി മടങ്ങ്, 10 മടങ്ങ്, 100 മടങ്ങ് വേഗത്തിൽ ഏതിലൂടെ കടന്നു പോവും? മൈലിൻ ഷീത്ത് കാണപ്പെടുന്ന വൈറ്റ് മാറ്ററിലുള്ള ആക്സോണിൽ കടന്നു പോകും. ഓക്കെ ആണോ?
അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്ന ആരുടെ പണി, ന്യൂറോണിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ സംശയം, എന്താണ് ഈ പറയുന്ന ന്യൂറോണുകളുടെ ലെങ്ത്ത്? നമ്മൾ പറഞ്ഞു ദ മാക്സിമം ലെങ്ത് ഓഫ് എ ന്യൂറോൺ ഈസ് അപ് ടു 100 സെൻറ്റിമീറ്റർ. 100 സെൻറ്റിമീറ്റർ ആണ് ഒരു ന്യൂറോണിൻ്റെ ഏറ്റവും കൂടിയ നീളം എന്ന് നമ്മൾ. അപ്പം നമ്മുടെ ഹൈറ്റ് നമ്മളൊന്ന് മെഷർ ചെയ്യാം. നമ്മുടെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക്, ഇപ്പം എൻ്റെ ഹൈറ്റ് എടുത്താൽ 170 സെൻറ്റിമീറ്റർ. അപ്പം 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാലിലൊരു ഉറുമ്പ് കടിച്ചു, അവിടെ നിന്നുള്ള ഇമ്പൾസുകൾ വന്നാൽ എൻ്റെ അരയുടെ മുകളിലേക്ക് എത്തുമ്പോൾ 100 സെൻറ്റിമീറ്റർ കഴിഞ്ഞു, ശരിയല്ലേ? ഇനി അവിടെ നിന്ന് എവിടേക്ക് പോകണം? ബ്രെയിനിലേക്ക് എത്തിയാലാണ് എനിക്ക് ആ കടിച്ചതിൻ്റെ വേദന അനുഭവപ്പെടുള്ളൂ, ശരിയല്ലേ? ബ്രെയിനിലേക്ക് എത്തിയാലേ എനിക്ക് ആ കടിച്ചതിൻ്റെ വേദന അനുഭവപ്പെടുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാട്ടോ, നമ്മൾ ദ മാക്സിമം ലെങ്ത് ഓഫ് എ ന്യൂറോൺ ഈസ് അപ് ടു 100 സെൻറ്റിമീറ്റർ. 100 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു ന്യൂറോണിൻ്റെ ഏറ്റവും കൂടിയ നീളം. എവിടെ എത്തി ന്യൂറോൺ? 100 സെൻറ്റിമീറ്റർ. എൻ്റെ കാലിലൊരു മുള്ളു കൊണ്ടു, എനിക്ക് വേദന എടുക്കുന്നുണ്ട് അല്ലേ? വേദന എടുക്കണമെങ്കിൽ അവിടെ നിന്ന് കാലിൽ നിന്ന് സന്ദേശം എവിടേക്ക് എത്തണം? മസ്തിഷ്കത്തിലേക്ക് എത്തണം. പറഞ്ഞു മനസ്സിലായ? ഇവിടേക്ക് എത്തണം. മസ്തിഷ്കത്തിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ നിന്ന് സഞ്ചരിച്ച് വരണം. പക്ഷെ ഒരു ന്യൂറോണിലൂടെ വന്ന് നോക്കിയപ്പോൾ എൻ്റെ അരഭാഗത്ത് എത്തിയപ്പോൾ ഒരു ന്യൂറോൺ കഴിഞ്ഞു, 100 സെൻറ്റിമീറ്റർ കഴിഞ്ഞു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 10-70 സെൻറ്റിമീറ്ററും കൂടി ഉണ്ട്, പോണ്ടേ? എങ്ങനെ പോവും? അപ്പോഴാണ് അവിടെ പറയേണ്ടത് നമുക്ക് പുതിയൊരു ടേം. എന്താ നമുക്ക് ആ ടേമിനെ വിളിക്കുക? ഒരു ന്യൂറോണിൽ നിന്ന് ആവേഗങ്ങൾ അപ്പം മറ്റൊരു ന്യൂറോണിലേക്ക് കടത്തിവിടണം അല്ലേ? ദ ഇൻഫോർമേഷൻസ് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ടു ദ നെക്സ്റ്റ് ന്യൂറോൺ. അപ്പോൾ ഇവിടെ 2 ന്യൂറോൺ തമ്മിൽ ഇങ്ങനെ ചേരുന്നൊരു ഭാഗമുണ്ട്. 2 ന്യൂറോണുകൾ തമ്മിൽ ഇങ്ങനെ ചേരുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 adjacent neurons are commonly known as synapse. മലയാളത്തിലും സിനാപ്സ് തന്നെ കേട്ടാ വിളിക്കുന്ന പേര്, സിനാപ്സ്. ദ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 adjacent neurons, 2 ന്യൂറോണുകൾ തമ്മിൽ പരസ്പരം കൂടിച്ചേരുന്ന ഭാഗം. 2 ന്യൂറോണുകൾ തമ്മിൽ പരസ്പരം കൂടിച്ചേരുന്ന ഭാഗം. ആ കൂടിച്ചേരുന്ന ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്? സിനാപ്സ് എന്ന് പറയുന്നത്. സോ സിനാപ്സ് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ എന്താ പറയുക? 2 ന്യൂറോണുകൾ തമ്മിൽ പരസ്പരം കൂടിച്ചേരുന്ന ഭാഗത്തെ എന്ത് പേര് വിളിക്കാം? സിനാപ്സ് എന്ന് പറയാം. ഒന്ന് ഇംഗ്ലീഷ് മീഡിയംകാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 adjacent neurons. ഇറ്റ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 adjacent neurons. 2 ന്യൂറോണുകൾ തമ്മിൽ ചേരുന്ന ഭാഗമാണ് ആര്? സിനാപ്സ്. അപ്പോൾ നമ്മൾ നോക്കുക, ഒരു ന്യൂറോൺ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി നമ്മൾ തുടങ്ങാം. അപ്പോൾ ഒരു ന്യൂറോണിലൂടെയുള്ള ആവേഗങ്ങൾ എങ്ങനെ കടന്നു പോയെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഹൗ ദ ഇൻഫോർമേഷൻസ് ആർ പാസ് ത്രൂ എ ന്യൂറോൺ. ഒന്ന് ആരെത്തി? അപ്പോൾ നമ്മൾ എത്തിയത് നേരെ നമ്മുടെ സ്റ്റിമുലസ് ഉണ്ട്, ഒരു സ്റ്റിമുലസ് ഉണ്ട്, ഉദ്ദീപനം. മലയാളത്തിൽ സ്റ്റിമുലസ് നമ്മൾ വിളിച്ചു ഉദ്ദീപനം. അപ്പുറത്ത് ഉദ്ദീപനത്തിനെ ആര് സ്വീകരിക്കും? ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ ഓർ റിസീവ്ഡ് ബൈ ദ ഡെൻഡ്രൈറ്റ്സ്. ആര് സ്വീകരിച്ചു? ഡെൻഡ്രൈറ്റുകൾ സ്വീകരിച്ചു. ഡെൻഡ്രൈറ്റ് സ്വീകരിച്ചു. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആരിലേക്ക് പോയി? ഡെൻഡ്രോൺ. ഡെൻഡ്രോണിൽ നിന്ന് ആരിലേക്ക് പോയി? സൈറ്റോൺ ഓർ സെൽ ബോഡി, കോശ ശരീരം. സെൽ ബോഡി അഥവാ കോശ ശരീരം സൈറ്റോണിലേക്ക് പോയി. അവിടെ നിന്ന് ആരിലേക്ക് പോയി? സൈറ്റോൺ നേരെ അത് ആർക്ക് കൊടുത്തു? ആക്സോണിന് കൊടുത്തു. ഓക്കെ ആണോ? ആക്സോണിന് കൊടുത്തു. ആക്സോൺ ആർക്ക് കൊടുത്തു? ആക്സോണൈറ്റിലേക്ക് എത്തിച്ചു. ആക്സോൺ നേരെ അത് ആക്സോണൈറ്റിലേക്ക് എത്തിച്ചു. ആക്സോണൈറ്റോ നേരെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിച്ചു.
സിനാപ്റ്റിക് നോബിലേക്ക് എത്തിച്ചു. അപ്പം നമ്മുടെ ആവേഗങ്ങൾ, അപ്പം എൻ്റെ കാലിൽ ഒരു ഉറുമ്പ് കടിച്ചു അല്ലേ, ഉറുമ്പ് കടിച്ചത് അതാണ് ഉദ്ദീപനം, കടിച്ചതാണ് ഉദ്ദീപനം. അവിടെ നിന്ന് ഡെൻഡ്രൈറ്റ് വഴി ഡെൻഡ്രോണിലൂടെ സൈറ്റോണിലേക്ക് എത്തി, സൈറ്റോൺ അത് നേരെ ആക്സോണിന് കൊടുത്തു, ആക്സോണൈറ്റ് വഴി സിനാപ്റ്റിക് നോബിലേക്ക് എത്തി. എവിടേക്ക് എത്തി? സിനാപ്റ്റിക് നോബിലേക്ക് എത്തി. എത്തിയപ്പോൾ എൻ്റെ അര വരെ എത്തിയുള്ളൂ, ഇവിടെ എത്തിയിട്ടുള്ളൂ. സിനാപ്റ്റിക് നോബ് പറഞ്ഞാൽ ഇവിടെ എത്തിയുള്ളൂ. ഇനി ഇവിടെ നിന്ന് എവിടേക്ക് എത്തണം? എനിക്ക് മസ്തിഷ്കത്തിലേക്ക് എത്തണം. എവിടേക്ക് എത്തണം? മസ്തിഷ്കത്തിലേക്ക് എത്തണം. മസ്തിഷ്കത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ന്യൂറോണിൽ നിന്ന് ഇൻഫോർമേഷൻസ് മറ്റൊരു ന്യൂറോണിലേക്ക് കടക്കണം. ഈ ന്യൂറോണിൽ നിന്ന് ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യണം? മറ്റൊരു ന്യൂറോണിലേക്ക് കടക്കണം. സോ ഹൗ ദിസ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ്? ഇത് എങ്ങനെ നടക്കും എന്നറിയണം. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ഈ ഒരു ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബിൽ നിന്ന് ഇൻഫോർമേഷൻ എവിടേക്കാവും? അപ്പുറത്തെ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ന്യൂറോണിൻ്റെ ഏത് ഭാഗമാണ് സ്വീകരിക്കണേന്ന് അറിയണ്ടേ നമുക്ക്? അപ്പോൾ നമുക്ക് നോക്കുക, ഇൻ ദിസ് സിനാപ്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണു? ദ സിനാപ്റ്റിക് നോബ്, സപ്പോസ് ദിസ് ഈസ് ദ സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ് നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു ഗോളാകൃതിയിലുള്ളൊരു ഭാഗമാണ് അല്ലേ. സപ്പോസ് ദിസ് ഈസ് ദ സിനാപ്റ്റിക് നോബാന്ന് വിചാരിക്കുക കേട്ടോ. സപ്പോസ് ദിസ് ഈസ് ദ സിനാപ്റ്റിക് നോബ്. അപ്പോൾ ഇവിടേക്ക് എത്തി. ഇവിടെ നിന്ന് ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തി. എൻ്റെ കാലിൽ ഉറുമ്പ് കടിച്ചത് ഇവിടം വരെ എത്തി. അപ്പുറത്തെ ന്യൂറോണിൻ്റെ ഏത് ഭാഗമാണെന്ന് അറിയണം. ഏത് ഭാഗമാണ് ഇതുമായി കൂടിച്ചേരണേന്ന് അറിയണം നമുക്ക്. ഇതിന് ഏത് ഭാഗാന്നാ പറയണേ? ഇറ്റ് ഈസ് ഡെൻഡ്രൈറ്റ്. ഒരു ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബ് തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഏതുമായിട്ടാ കൂടിച്ചേരണേ? ഡെൻഡ്രൈറ്റുമായിട്ടാ കൂടിച്ചേരണേ. ഒരു ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബ് മറ്റൊരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റുമാറിനാ കൂടിച്ചേരണേ. അപ്പം എന്താ പറയണേ? ഇൻ ദ സിനാപ്സ് എന്ത് സംഭവിക്കണു? ദ സിനാപ്റ്റിക് നോബ് ഓഫ് വൺ ന്യൂറോൺ ഈസ് കണക്റ്റഡ് വിത്ത് ഏതുമായിട്ട്? ദ ഡെൻഡ്രൈറ്റ് ഓഫ് ദ അഡ്ജസൻറ്റ് ന്യൂറോൺ. ദ ഡെൻഡ്രൈറ്റ് ഓഫ് ദ അഡ്ജസൻറ്റ് ന്യൂറോൺ. ഒന്നുകൂടി പറയാ, എന്താ പറയണേ? ഇൻ ദ സിനാപ്സിൽ ദ സിനാപ്റ്റിക് നോബ് ഓഫ് വൺ ന്യൂറോൺ, ഒരു ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബ് ഈസ് കണക്റ്റഡ് വിത്ത് കൂടിച്ചേരുന്നു ആരുമായിട്ടാ? ദ ഡെൻഡ്രൈറ്റ് ഓഫ് ദ അഡ്ജസൻറ്റ് ന്യൂറോൺ. തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റുമായിട്ടാണ് ചേരണേ. അപ്പോൾ ഈ കൂടിച്ചേരണ ഈ ഭാഗത്തിന് നമ്മൾ വിളിച്ച പേരാണെന്ത്? സിനാപ്സ്. അപ്പോൾ രണ്ട് ന്യൂറോണുകൾ തമ്മിൽ കൂടിച്ചേർന്ന ഈ ഭാഗമാണ് ആര്? സിനാപ്സ്. അപ്പോൾ ഞാൻ അവിടെ വരച്ചപ്പോൾ ചെറിയൊരു സംശയം തോന്നിയിട്ടുണ്ടാവും. അവിടെ നോക്കിയപ്പോൾ ഇതാണ് സിനാപ്റ്റിക് നോബ്, ഇതാണ് ഡെൻഡ്രൈറ്റ്. ഇതിൻ്റെ ഇടയിലായിട്ടൊരു ഗ്യാപ്പാ, ഒരു വിടവ് കാണാണ്ട് അല്ലേ? എങ്ങനെയാവും ഇവിടെ എത്തിയ ഇൻഫോർമേഷൻ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിലേക്ക് കടക്കണേ? ഇവിടെ ഒരു ഗ്യാപ്പ് കാണാണ്ട് അല്ലേ? നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഇപ്പോൾ എന്ത് മാറി? ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക അല്ലേ? ഡെവലപ്മെൻ്റ് ഒരു ഭാഗമായിട്ട് വന്ന് മാറിയൊരു സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കണ മൊബൈൽ ഫോൺസ്. പണ്ടത്തെ നമ്മുടെ വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ ലാൻഡ് ഫോണും നിങ്ങളുടെ വീട്ടിലെ ലാൻഡ് ഫോണും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. വീട്ടിലെ ലാൻഡ് ഫോണിൽ നിന്ന് ഒരു വയറിങ്ങനെ വന്ന് അല്ലേ, നമ്മുടെ റോട്ടിൽ മണ്ണിനടിയിൽ കൂടെ ഈ വയറിങ്ങനെ പോയി. പണ്ട് വലിയൊരു കേബിളായിരുന്നു, നമ്മുടെ ഇപ്പോഴത്തുള്ള ഇലക്ട്രിക് പോസ്റ്റ് പോലെ പോസ്റ്റിൻ്റെ മുകളിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മണ്ണിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോയി തൊട്ടടുത്തുള്ള എക്സ്ചേഞ്ചിലെത്തി. ആ എക്സ്ചേഞ്ചിൽ നിന്ന് വീണ്ടും മണ്ണിൻ്റെ അടിയിൽ കൂടെ പോയി തൃശ്ശൂർ ടൗണിലുള്ള എക്സ്ചേഞ്ചിലെത്തി. അങ്ങനെ കറങ്ങിയിട്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ഒരു ഫോൺ വിളിക്കുമ്പോൾ മെസ്സേജ് എത്തണേ. പക്ഷെ ഇപ്പോൾ മൊബൈൽ ഫോണായപ്പോൾ നോക്കിയപ്പോൾ കാണാം മൊബൈൽ ഫോണിൽ എന്തില്ല, പേരിലുണ്ട് മൊബൈൽ അല്ലേ?
കൊണ്ട് നടക്കാനായിട്ട് സാധിക്കുന്ന ഫോണുകൾ, മൊബൈൽ ഫോണുകൾ അല്ലേ, നമുക്ക് ഇഷ്ടമുള്ളവണ്ണം ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഭയങ്കര സൗകര്യമായി. ഫോണിന് എന്തില്ല, എന്താ കൊണ്ടു നടക്കാനുള്ള കാര്യം? ഫോണിന് എന്തില്ല, വയേർഡ് കണക്ഷൻസ് ഇല്ല, ആയതുകൊണ്ട് നമുക്ക് കൊണ്ട് നടക്കാം. വയർ കണക്ഷൻ ഇല്ലാണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എൻ്റെ ഫോണിൽ നിന്ന് നിങ്ങളുടെ ഫോണിലേക്ക് ഇപ്പം നമ്മൾ തമ്മിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്. എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും കാണാം. എങ്ങനെയാ? ഇവിടെ ഒരു ഫോൺ വെച്ചിട്ടുണ്ട്. ഈ ഫോണിൽ നിന്നാണ് നിങ്ങളിലെ കാണുന്നത്. എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ ഭയങ്കര വിചിത്രമായൊരു സംഭവമല്ലേ. ഈ ഫോൺ തമ്മിലൊരു കണക്ഷൻ കാണാനില്ല. ഈ ഫോണുകൾക്കിടയിൽ ഇഷ്ടംപോലെ വീടുകളുണ്ട്, ധാരാളം മരങ്ങളുണ്ട് അല്ലേ, ധാരാളം പോസ്റ്റുകളുണ്ട്, ധാരാളം ജനങ്ങളുണ്ട്. ഇവരെയൊക്കെ മറികടന്ന് നിങ്ങളുടെ ഫോണുകളിലേക്ക് എൻ്റെ ഈ ഒരു ഇമേജ് എത്തുന്നുണ്ട്. എങ്ങനെ? അദൃശ്യമായൊരു ശക്തി നമ്മളെ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യിക്കുന്നുണ്ട്. ഇവിടെ അതുപോലെയാ. ഇവിടെ അദൃശ്യമാണെന്നൊന്നും പറയാനില്ല, ഒരു ശക്തി ഇവരെ തമ്മിൽ ഇങ്ങോട്ട് കണക്ട് ചെയ്യിക്കുന്നു. നമ്മുടെ എന്താണ്? റേഡിയേഷൻസ് ആണ് അല്ലേ, വികിരണങ്ങളാണ് അല്ലേ, വികിരണങ്ങളാണ് നമ്മളെ തമ്മിൽ. നമ്മുടെ വീടിൻ്റെ അടുത്ത് മൊബൈൽ ടവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഇടയ്ക്ക് നമ്മുടെ ഫോണിൽ നോക്കിയിട്ട് എന്ത് കിട്ടണില്ല, റേഞ്ച് കിട്ടണില്ല. മോളിൻ്റെ സൈഡിലായിട്ട് റേഞ്ചിനെ 4 ഇങ്ങനെ വരകൾ കാണാം. ഇടയ്ക്ക് റേഞ്ച് കിട്ടണില്ല എന്ന് പറയും. അത് നോക്കിയിട്ട് അയ്യോ റേഞ്ച് ഇല്ലല്ലോ എന്ന് പറയും അല്ലേ. അപ്പോൾ കണക്ഷൻസ് കിട്ടണം. അപ്പോൾ കണക്ഷൻ കിട്ടണമെങ്കിൽ ആ ടവറിൽ നിന്ന് നമ്മുടെ ഫോണിലേക്കുള്ള റേഡിയേഷൻസ് കൃത്യമായിട്ട് എത്തിയാലാണ് നമ്മൾ പറയുക എന്തുണ്ടെന്ന്, റേഞ്ച് കിട്ടി എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കിയാലോ, ഇവിടെയും ഇങ്ങനൊരു ഗ്യാപ്പ് ഉണ്ട്. നമ്മുടെ ഇത് ഒരാളുടെ ഫോൺ, ഇത് മറ്റൊരാളുടെ ഫോണാണെന്ന് വിചാരിക്കുക. എൻ്റെ ഫോണാണ് എന്ത്, സിനാപ്റ്റിക് നോബ്. നിങ്ങളുടെ ഫോണാണ് എന്ത്, ഡെൻഡ്രൈറ്റ്, സ്വീകരിക്കുന്ന സാധനം. എൻ്റെ ഫോണിൽ നിന്ന് റേഡിയേഷൻസ്. അപ്പോൾ ഇവിടെ റേഡിയേഷൻസിന് പകരം എന്താണെന്ന് വിചാരിക്കുക, എ കെമിക്കൽ സബ്സ്റ്റൻസ് ഈസ് സെക്രീറ്റഡ് ഫ്രം, ഒരു രാസവസ്തു. എ കെമിക്കൽ സബ്സ്റ്റൻസ് ഈസ് സെക്രീറ്റഡ് ഫ്രം ദ സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിൽ നിന്ന് ഒരു രാസവസ്തു എന്ത് ചെയ്യുന്നു, സെക്രീറ്റ് ചെയ്യുന്നു, സ്രവിക്കുന്നു എന്ന് മലയാളത്തിൽ പറയും. എവിടേക്ക്? ദ സ്പേസ് ബിറ്റ്വീൻ ദ സിനാപ്റ്റിക് നോബ് ആൻഡ് ദ ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റിനും സിനാപ്റ്റിക് നോബിനും ഇടയിലുള്ള ആ സ്പേസിലേക്ക്, ആ വിടവിലേക്ക്, ആ ക്ലെഫ്റ്റിലേക്ക് സ്രവിക്കുകയാണ്. എന്താ ആ ദ്രാവകത്തിൻ്റെ പേര്? ആ കെമിക്കൽ സബ്സ്റ്റൻസിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് ന്യൂറോ ട്രാൻസ്മിറ്റർ. കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് ന്യൂറോ ട്രാൻസ്മിറ്റർ. എന്താ പറഞ്ഞത് നമ്മൾ? ഇവിടെ ഈ പറയുന്ന സിനാപ്റ്റിക് നോബിൽ നിന്ന് when the messages reaches to the synaptic knob, സന്ദേശങ്ങൾ എവിടേക്ക് എത്തി? സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫ്രം ദ സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് നോബിൽ നിന്ന് എ കെമിക്കൽ സബ്സ്റ്റൻസ്, ഒരു രാസവസ്തു, ഒരു ഫ്ലൂയിഡ്, ഒരു ദ്രാവകം, സെക്രീറ്റഡ് ടു ദ, എവിടെയാ? സ്പേസ് ബിറ്റ്വീൻ, രണ്ടെണ്ണത്തിനിടയിലുള്ള വിടവ് അല്ലേ, ബിറ്റ്വീൻ ദ സിനാപ്റ്റിക് നോബ് ആൻഡ് ദ ഡെൻഡ്രൈറ്റ്. ആ രാസവസ്തുവിനെ വിളിച്ച പേര്, കോമൺലി വിളിച്ച പേര് ന്യൂറോ ട്രാൻസ്മിറ്റർ, നാഡീയ പ്രേഷകം. മലയാളത്തിൽ പറയും നാഡീയ പ്രേഷകം. നാഡീയ പ്രേഷകം എന്ന് പറഞ്ഞു. ആ വിടവിനെ, ഇതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞു. ആരുടെ ഇടയിൽ? സിനാപ്റ്റിക് നോബിനും ഡെൻഡ്രൈറ്റിനും ഒരു വിടവുണ്ടെന്ന് പറഞ്ഞു. ആ വിടവിനെ നമ്മൾ വിളിക്കുന്ന പേര്, ദ സ്പേസ് ബിറ്റ്വീൻ ദ സിനാപ്റ്റിക് നോബ് ആൻഡ് ദ ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റിനും സിനാപ്റ്റിക് നോബിനും ഇടയിലുള്ള വിടവിനെ നമ്മൾ വിളിച്ച പേര് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. വിളിച്ച പേര് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. സിനാപ്റ്റിക് വിടവ്, മലയാളത്തിലുള്ള ഒരു സിമ്പിളാ, സിനാപ്റ്റിക് വിടവ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞത് നമ്മൾ? when the messages reaches to the synaptic knob, സന്ദേശങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തിക്കഴിഞ്ഞാൽ എ കെമിക്കൽ മെസ്സേജ് ഓർ എ കെമിക്കൽ സബ്സ്റ്റൻസ്, നമ്മൾ ആ കെമിക്കൽ സബ്സ്റ്റൻസ് ടേം മാറ്റിപ്പോൾ എന്ത് ചെയ്യണു? എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഈസ് സെക്രീറ്റഡ് ടു ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഒരു നാഡീയ പ്രേഷകം എന്ത് ചെയ്യുന്നു? സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. ഒരു നാഡീയ പ്രേഷകം എവിടേക്ക് സ്രവിക്കുന്നു? സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. ക്ലിയർ ആയ?
ആ നാഡീയ പ്രേഷകമാണ് നേരെ ആരിലേക്ക് എത്തണേ? ആൻഡ് ദീസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ ആക്സെപ്റ്റഡ്. സിനാപ്സിൻ്റെ ധർമ്മം എന്താണെന്ന് നമ്മളോട് ചോദിക്കണേ. എന്താ ധർമ്മം? ഇറ്റ് മേ ആവേഗങ്ങളുടെ ദിശ എന്ത് ചെയ്യണു? ആവേഗങ്ങളുടെ ദിശ ഡയറക്റ്റ് ചെയ്യുക, ഡയറക്ഷൻ എന്ത് ചെയ്യണു? ആൻഡ് സ്പീഡ്. രണ്ട് കാര്യങ്ങളാണ് ചെയ്യണേ. ആവേഗങ്ങളുടെ വേഗതയും ദിശയും നിയന്ത്രിക്കുന്നു. ഇറ്റ് മേ കൺട്രോൾ ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഇമ്പൾസസ്. ഇറ്റ് മേ കൺട്രോൾ ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഇമ്പൾസസ്. ആവേഗങ്ങളുടെ ദിശയും വേഗതയും നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ആരുടെ പണിയാണ്? സിനാപ്സിൻ്റെ പണിയാണ്. ഓക്കെ ആണോ? ഇത്രയും സിനാപ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യം. അപ്പോൾ നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മളിവിടെ പറയാം. നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മളിവിടെ പറയാം. ചോദ്യം ശ്രദ്ധിക്കുക കേട്ടോ. രണ്ട് ന്യൂറോണുകൾ തമ്മിൽ ചേരുന്ന ഭാഗം മാത്രമാണ് സിനാപ്സ്. സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. രണ്ട് ന്യൂറോണുകൾ തമ്മിൽ കൂടിച്ചേരുന്ന അല്ലെങ്കിൽ ചേരുന്ന ഭാഗം, ഒരു സാധനം അവിടെ കൂട്ടിച്ചേർത്തു, മാത്രമാണ് സിനാപ്സ്. Synapse is the junction between only the junction sentence. Synapse is the only the junction. Synapse is only the junction between two adjacent neuron. ഒരു സെൻറ്റൻസ് ഒരു സാധനം അവിടെ കൂട്ടിച്ചേർത്തു, ഓൺലി, മാത്രമാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയണ ചോദ്യം നമ്മൾ പറഞ്ഞ വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്, റൈറ്റ് ആണോ റോങ് ആണോ നമ്മളോട് ഏറ്റവും ആദ്യം പറയാൻ പറയും. ശരിയാണെങ്കിൽ നമ്മളതിനെ ന്യായീകരിക്കണം, സാധൂകരിക്കണം, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. തെറ്റാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ എന്താ പറയണേ? ഈ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. അപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്, ഈ പറഞ്ഞ പ്രസ്താവന തെറ്റാ. എന്താ പറഞ്ഞ പ്രസ്താവന? എന്താ പറഞ്ഞേ? സിനാപ്സ് ഈസ് ഓൺലി ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു അഡ്ജസന്റ് ന്യൂറോൺ. രണ്ട് ന്യൂറോണുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗം മാത്രമാണ് സിനാപ്സ്. അപ്പോൾ സിനാപ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാ, പ്രസ്താവന തെറ്റാ. അപ്പോൾ ശരിയാക്കണമെങ്കിൽ ഈ പറഞ്ഞ പ്രസ്താവനയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ പ്രസ്താവനയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഓൺലി പാടില്ല അവിടെ. അപ്പോൾ ഓൺലി പാടില്ലെങ്കിൽ എന്താ അവിടുത്തെ സത്യാവസ്ഥ? ഇത് മാത്രമല്ല സിനാപ്സ്, പിന്നെ എന്തും കൂടി ഉണ്ട്. ഇതല്ലാത്ത തരത്തിലും സിനാപ്സുകളുണ്ട്. ആരൊക്കെയാ സിനാപ്സുകൾ? അപ്പോൾ നമ്മൾ നോക്കുക. നമ്മൾ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ നമ്മുടെ കൂട്ടുകാരൻ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, കഴിക്കുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം വരില്ലേ? വരും, സംശയമില്ലാത്ത കാര്യമാണ്. എങ്ങനെയാണ് വെള്ളം വരണേ? നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായ കാരണം കൊണ്ടാ അല്ലേ? നമുക്ക് നല്ല വിശന്നിരിക്കുക. അപ്പോഴാണ് നമ്മുടെ അപ്പുറത്ത് ഒരു ആന പട്ട തിന്നണ കാണണേ. നമുക്ക് നല്ല വിശന്നിരിക്കുക, അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു ആന പട്ട തിന്നണ കാണണേ. നമ്മുടെ വായിൽ വെള്ളം വരുമോ? വെള്ളം വരുമോ? നമ്മുടെ വായിൽ വെള്ളം വരില്ല. എന്താ വെള്ളം വരാത്ത? കാരണം പട്ട തിന്ന് നമുക്ക് ശീലമില്ല, അതിൻ്റെ സ്വാദ് നമുക്ക് അറിയില്ല അല്ലേ? അപ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ സ്വാദ് ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ അത് സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ വായിൽ നിന്ന് ഉമിനീര് വരണമെങ്കിൽ ഈ മസ്തിഷ്കത്തിൽ നിന്ന് ഈ സന്ദേശം നേരെ വന്നിട്ട് നമ്മുടെ വായിലുള്ള ആരിലേക്ക് എത്തണം? സലൈവറി ഗ്ലാൻഡ്, ഉമിനീർ ഗ്രന്ഥികളിലേക്ക് എത്തണം. അപ്പോൾ ഇവിടെ നിന്ന് സന്ദേശം ആരിലേക്ക് എത്തി? ഉമിനീർ ഗ്രന്ഥിയിലേക്ക് എത്തിയില്ലേ? അപ്പോൾ ന്യൂറോണും സലൈവറി ഗ്ലാൻഡും ഒരു ഗ്ലാൻഡുലാർ സെല്ലും ഒരു ഗ്രന്ഥി കോശവും തമ്മിൽ കൂടിച്ചേർന്നില്ലേ? അപ്പോൾ സിനാപ്സ് എന്ന് പറഞ്ഞാൽ വേറൊരെണ്ണം കൂടിയുണ്ട്. ഇറ്റ് ഇസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ എ ന്യൂറോൺ ഓർ എ നെർവ് സെൽ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ. ഒരു ഗ്രന്ഥി കോശവും ഒരു ന്യൂറോണും ഒരു ഗ്രന്ഥി കോശവും തമ്മിൽ ചേരുന്നതും എന്താണ്? സിനാപ്സ് ആണ്. ഇനി നമ്മൾ നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് നമ്മുടെ മസ്തിഷ്കം പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യണേ
നടക്കാനും ഓടാനും ചാടാനും ഇരിക്കാനും കളിക്കാനും ഒക്കെ സഹായിക്കുന്നത് മസിൽസ് ആണെന്നറിയാം നമുക്ക് നന്നായിട്ട്. അപ്പോൾ മസിൽസിലേക്ക് ഇൻഫർമേഷൻ ബ്രെയിനിൽ നിന്ന് കടക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഒരു ന്യൂറോണും ആരും തമ്മിൽ, ന്യൂറോണും ഒരു മസിൽ സെല്ലും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്, പേശി കോശവും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു ന്യൂറോണും ഒരു പേശി കോശം തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു തരമായി അല്ലേ. അപ്പോൾ എത്ര തരത്തിലുണ്ട്? 3 തരത്തിലുള്ള സിനാപ്സ് ഉണ്ട്. ആരൊക്കെയാ? ന്യൂറോൺ പ്ലസ് ന്യൂറോൺ. അപ്പോൾ 2 ന്യൂറോണുകൾ തമ്മിൽ ചേരുന്നത്. ന്യൂറോൺ പ്ലസ് മസിൽ സെൽ, ന്യൂറോണും പേശികോശവും. ന്യൂറോൺ പ്ലസ് ഗ്ലാൻഡുലാർ സെൽ. ഓക്കെ ആണോ? ന്യൂറോൺ പ്ലസ് ന്യൂറോൺ, ന്യൂറോൺ പ്ലസ് മസിൽ സെൽ, ന്യൂറോൺ പ്ലസ് ഗ്ലാൻഡുലാർ സെൽ. അപ്പോൾ സിനാപ്സിന് നമ്മൾ അവരുടെ ഡെഫിനിഷൻ നമ്മളൊന്നുകൂടി വലിച്ചു നീട്ടാം. Synapse is a junction between 2 adjacent neurons, or a neuron and a muscle cell, or a neuron and a glandular cell. എന്താ പറഞ്ഞേ? സിനാപ്സ് എന്ന് പറയുന്നത് 2 ന്യൂറോണുകൾ തമ്മിലോ, ഒരു ന്യൂറോണും ഒരു പേശികോശം തമ്മിലോ, ഒരു ന്യൂറോണും ഒരു ഗ്രന്ഥികോശവും തമ്മിലോ കൂടിച്ചേരുന്ന ഭാഗമാണ് ആര്? സിനാപ്സ്. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ, എളുപ്പമുള്ള സാധനമല്ലേ. അപ്പം ഇതാണ് ആരെന്ന് പറയണത്? സിനാപ്സ്. അപ്പോൾ അപ്പോൾ സിനാപ്സ് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മുടെ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞു. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ കഴിഞ്ഞു. അപ്പോൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ കണ്ടു, നമ്മൾ സിനാപ്സ് കണ്ടു. ഇനി നമുക്ക് എന്താ അറിയാനുള്ളത്? ഇപ്പം ഞാൻ കുറേ നേരമായി പറയണു, ദ മെസ്സേജസ് ആർ transferred through or transmitted through the neurons. ന്യൂറോണിലൂടെ സന്ദേശങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ചോദിക്കുക, എങ്ങനെ ഈ സന്ദേശങ്ങൾ കടന്നു പോണേ? എൻ്റെ കാലിൽ ഒരു ഉറുമ്പ് കടിച്ചു, മുള്ളു കൊണ്ടു, എന്നൊരാൾ തൊട്ടു, എനിക്ക് തണുത്തു, എനിക്ക് വേദനിച്ചു, എനിക്ക് ചൂട് അനുഭവപ്പെട്ടു. ഇതൊക്കെ അനുഭവപ്പെടുമ്പോൾ എൻ്റെ കൈയിൻ്റെ തുമ്പത്തൊരു ഉറുമ്പ് കടിച്ച കടി, ഈ വേദന ഈ ഒരു ഭാഗത്ത് മാത്രം അനുഭവപ്പെടുന്നത് അല്ലേ. വേദന അനുഭവപ്പെടണമെങ്കിൽ ഇവിടെ നിന്ന് ഇൻഫോർമേഷൻ എവിടേക്ക് എത്തണം? ബ്രെയിനിലേക്ക് എത്തണം. എങ്ങനെയാ ഈ ഇൻഫോർമേഷൻ കടന്നു പോണേ? അപ്പോഴാണ് അവിടെ നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ഒരു ടേം, ഹൗ ദ ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജസ് ടേക്സ് പ്ലേസ്, ഓർ ഹൗ ദ മെസ്സേജസ് ആർ ജനറേറ്റഡ്. എങ്ങനെയാണ് സന്ദേശങ്ങൾ രൂപപ്പെടുന്നത്? ഹൗ ദ മെസ്സേജസ് ആർ ജനറേറ്റഡ്. ഈ പറയുന്ന സന്ദേശങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നറിയണം. ഹൗ ദ മെസ്സേജസ് ആർ ജനറേറ്റഡ്. നിങ്ങൾക്ക് കാണുന്നില്ല, എഴുതിയത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് സൂം ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം എന്താ പറഞ്ഞേ? ഹൗ ദ മെസ്സേജസ് ആർ ജനറേറ്റഡ്. മെസ്സേജുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഉണ്ടാവണേ? അപ്പം നമുക്ക് അതറിയണമെങ്കിൽ ഏറ്റവും ആദ്യം ഒരു ന്യൂറോണിൻ്റെ അയോണിക് ഇക്വിലിബ്രിയത്തിനെ കുറിച്ചൊന്നും അറിയണം. സപ്പോസ് ദിസ് ഈസ് എ പാർട്ട് ഓഫ് എ ന്യൂറോൺ ഓർ an axon. ഒരു ന്യൂറോണിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിക്കാം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ന്യൂറോൺ ഓർ an axon. ന്യൂറോണിനെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് an ionic equilibrium. ഇതിനെന്തുണ്ട്? ഒരു സന്തുലനാവസ്ഥയുണ്ട്. അതായത് അയോൺ എന്ന് പറഞ്ഞാൽ ചാർജുള്ള കണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അയോൺ എന്ന് പറഞ്ഞാൽ ചാർജുള്ള ആറ്റങ്ങളോ ആറ്റം ഗ്രൂപ്പുകളെയോ നമുക്ക് എന്ത് പേര് വിളിക്കാം? അയോൺ എന്ന് വിളിക്കാം. അയൺ അല്ല, അയോൺ. അപ്പോൾ ഇവിടെ അയോണുകളുണ്ട്. ആരില്? നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മളിടയ്ക്ക് പറയണ കേൾക്കാറില്ലേ, ശരീരത്തിൽ സോഡിയം കുറഞ്ഞു അല്ലേ, ക്ലോറിൻ കുറഞ്ഞു, പൊട്ടാസ്യം കുറഞ്ഞു എന്നൊക്കെ നമ്മൾ പറഞ്ഞ പല അസുഖങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, പല അവസ്ഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ അയോണുകളുണ്ട് അല്ലേ, ലവണങ്ങളുണ്ട് അല്ലേ, മിനറൽസ് ഉണ്ട്. അപ്പോൾ ചാർജുള്ള കണങ്ങൾ, ചാർജുള്ള ആറ്റങ്ങൾ, ആറ്റം ഗ്രൂപ്പുകൾ നമ്മൾ എന്ത് പേര് വിളിക്കാം? അയോൺ എന്ന് വിളിക്കാം. അപ്പോൾ എങ്ങനെയാ ഒരു അയോണിക് ബാലൻസ്, അയോണിക് ഇക്വിലിബ്രിയം, ഒരു സന്തുലനാവസ്ഥ, അയോണുകൾ പരമായ ഒരു സന്തുലനാവസ്ഥ ആരിലുള്ളത്? ഒരു പൊളാരിറ്റി ആരിലുള്ളത്? ഈ പറയുന്ന ആക്സോൺ അല്ലെങ്കിൽ ന്യൂറോണുള്ളത് നോക്കാം. ആക്സോണുകളുടെ പുറത്ത്
ഇങ്ങനെ എഴുതിയാൽ നമ്മൾ എന്ത് ചാർജ് എന്ന് പറയും? പോസിറ്റീവ് ചാർജ്. അയോൺ ആക്സോണുകളുടെ പുറത്ത് എന്ത് ചാർജ്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ. അകത്ത് എന്ത് ചാർജ് ഉണ്ട്? നെഗറ്റീവ് ചാർജ് ഉണ്ട്. പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും. ഒരു ന്യൂറോൺ എടുത്തു കഴിഞ്ഞാൽ ന്യൂറോണിൻ്റെ പുറത്ത് പോസിറ്റീവ് ചാർജ്, അകത്ത് നെഗറ്റീവ് ചാർജ്. ഇപ്പോൾ നമ്മൾ പറയും ഇറ്റ് ഈസ് ഇൻ ആൻ അയോണിക് ഇക്വിലിബ്രിയം. ഇതാണ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം, അതായത് സന്തുലിതാവസ്ഥ, സന്തുലനാവസ്ഥയിലിരിക്കുന്ന അവസ്ഥ. എന്തുകൊണ്ടാ പുറത്ത് പോസിറ്റീവ് ചാർജും ഉള്ളിൽ നെഗറ്റീവ് ചാർജും ഉണ്ടായേ? ദ ചാർജ് ഡിഫറൻസ്, ഈ പറയുന്ന ചാർജിലുണ്ടായ മാറ്റം ബിക്കോസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ അയോൺസ്, അയോണുകളുടെ വിന്യാസത്തിലുണ്ടാകുന്ന മാറ്റമാണ്, പ്രത്യേകതയാണ് പുറത്ത് പോസിറ്റീവ് ചാർജും ഉള്ളിൽ നെഗറ്റീവ് ചാർജും വരണേ. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് +2 ക്ലാസ്സുകളിൽ എത്തുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ഏത് അയോണ എന്ത് അയോണാന്നൊക്കെ. അപ്പം എന്താ പറയണേ? പുറത്ത് പോസിറ്റീവ് ചാർജും ഉള്ളിൽ നെഗറ്റീവ് ചാർജുമാണ്. പുറത്ത് പോസിറ്റീവ് ചാർജും ഉള്ളിൽ നെഗറ്റീവ് ചാർജാണ്. ഔട്ട്സൈഡ് ദ ആക്സോൺസ് ഇറ്റ് ഹാസ്, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ ദേ ഹാവ് positive charge, and inside the membrane they have negative charge, and the charge difference is because of the distribution of the ions. ഇതെന്തുകൊണ്ടാണ്? അയോണുകളുടെ ക്രമീകരണത്തിലുണ്ടാകുന്ന മാറ്റമാണ്, വിന്യാസത്തിലുണ്ടാകുന്ന മാറ്റമാണ്. ഓക്കെ. അപ്പോൾ ഇത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഇനി എങ്ങനെയാ സന്ദേശങ്ങൾ ഉണ്ടാവണേ? ഇങ്ങനെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലിരിക്കുമ്പോൾ, ഈ ഒരവസ്ഥയിലിരിക്കുമ്പോൾ ഇവിടേക്ക് ആര് വരാണ്? ഒരു സ്റ്റിമുലസ്, ഉദ്ദീപനം വരാണ്. അവിടേക്ക് ആര് വരാണ്? സ്റ്റിമുലസ് ഓർ ഉദ്ദീപനം വരാണ്. ഇവിടേക്ക് ഒരു ഉദ്ദീപനം വന്നു, ഒരു സ്റ്റിമുലസ് വന്നു. സ്റ്റിമുലസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം സ്റ്റിമുലേറ്റഡ്, ഉത്തേജിക്കപ്പെട്ടു എന്ന് പറയാം. സോ വെൻ എ സ്പെസിഫിക് സ്റ്റിമുലസ് ഈസ് റീച്ചസ് ടു എ സ്പെസിഫിക് പാർട്ട് ഓഫ് ദ ന്യൂറോൺ, ന്യൂറോണിൻ്റെ ഒരു പ്രത്യേക ഭാഗം ഒരു ന്യൂറോൺ ഒരു ഉദ്ദീപനത്തിനെ, ആവേഗത്തിനെ സ്വീകരിച്ചു കഴിഞ്ഞു, ഉദ്ദീപനത്തിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എന്ത് ചെയ്തു പറഞ്ഞാൽ നമ്മൾ സ്റ്റിമുലേറ്റഡ്, ഉത്തേജിക്കപ്പെട്ടു എന്ന് പറയും. അപ്പോൾ ഉത്തേജിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? സഡൻലി ദർ ഇസ് എ ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം. അവിടെ പെട്ടെന്ന് തന്നെ എന്ത് സംഭവിക്കും? ഇക്വിലിബ്രിയത്തിൽ, സന്തുലിതാവസ്ഥയിൽ ഒരു മാറ്റം സംഭവിക്കും. സഡൻലി ദർ ഇസ് എ ചേഞ്ച് ഇൻ ആൻ ഇക്വിലിബ്രിയം. അവിടെ സന്തുലിതാവസ്ഥയിൽ മാറ്റം സംഭവിക്കും. എന്ത് മാറ്റം ഉണ്ടാവുക? പോളാരിറ്റി മാറും. എന്താ ഉണ്ടാവുക? പുറത്ത് നെഗറ്റീവ് ചാർജും ഉള്ളിൽ എന്ത് ചാർജാവും? പോസിറ്റീവ് ചാർജാവും. when the neurons get stimulated, ന്യൂറോണുകൾ ഉത്തേജിക്കപ്പെട്ട് കഴിഞ്ഞാൽ outside it become negatively charged, inside it become പോസിറ്റീവ്ലി ചാർജ്. എന്ത് ചെയ്യണു? ഉത്തേജിക്കപ്പെട്ട് കഴിഞ്ഞാൽ പുറത്ത് നെഗറ്റീവ് ചാർജും പ്ലാസ്മ സ്തരത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജുമായിട്ട് മാറും. അതായത് ഇവിടെ എന്തിലും മാറ്റം ഉണ്ടായി? ദർ ഈസ് എ ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം, ദർ ഇസ് എ ചേഞ്ച് ഇൻ പൊളാരിറ്റി. അവിടെ സന്തുലിതാവസ്ഥയിൽ മാറ്റമുണ്ടായി, അയോണുകളുടെ ക്രമീകരണത്തിൽ മാറ്റമുണ്ടായി. അപ്പം നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ശരീരം എന്ത് ചെയ്യും? always tries to maintain the equilibrium, അല്ലേ? ശരീരം ആ പറയുന്ന എന്ത് സന്തുലിതാവസ്ഥ അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ ആണോ? സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് the change in equilibrium doesn't last for a long time. ഇത് വളരെയധികം സമയത്തേക്ക് നീണ്ടു നിൽക്കില്ല. എന്ത് ചെയ്യണു? ദിസ് ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം മേ ട്രാൻസ്ഫർ ടു ദ നൈബറിംഗ് റീജിയൻ, തൊട്ടടുത്ത ഭാഗത്തേക്ക് കൈമാറ്റം ചെയ്യും. മേ ട്രാൻസ്ഫർ ടു ദ നൈബറിംഗ് റീജിയൻ, തൊട്ടടുത്ത ഭാഗത്തേക്ക് കൈമാറ്റം ചെയ്യും. കൈമാറ്റം ചെയ്യുമ്പോൾ ആ ഭാഗത്ത് പുറത്ത് നെഗറ്റീവും ഉള്ളിൽ പോസിറ്റീവാവും. ഈ ഭാഗമോ പുറത്ത് പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവുമാവും.
മനസ്സിലായ പറഞ്ഞത്? എന്താ പറഞ്ഞേ? ഇൻ ആൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, സന്തുലിതാവസ്ഥയിൽ, ഇൻ ദ കേസ് ഓഫ് ദ ആക്സോൺ, ഓൺ ഐദർ സൈഡ് ഓഫ് ദ ആക്സോൺസ് ദർ ഈസ് ആൻ അയോണിക് ചാർജ്. ഒരു അയോണുകളുടെ ക്രമീകരണം ചാർജ് ഉണ്ട് അല്ലേ? എന്താ ചാർജ്? ഔട്ട്സൈഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ, പ്ലാസ്മ സ്തരത്തിന് പുറത്ത് ദ ഹാവ് പോസിറ്റീവ് ചാർജ്, ആൻഡ് ഇൻസൈഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ, പ്ലാസ്മ സ്തരത്തിനുള്ളിൽ എന്ത് ചാർജ്? ദ ഹാവ് എ നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് എന്നുള്ളത്. അറ്റ് ദിസ് സ്റ്റേജ് എന്തുകൊണ്ടാണ് ഈ ചാർജ് ഉണ്ടെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ അയോൺ. അവയിലുണ്ടായ അയോണുകളുടെ വിന്യാസത്തിലുണ്ടാകുന്ന പ്രത്യേകതയാണ് ഈ പറഞ്ഞ സംഭവം ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, when they are stimulated what happened? ഉത്തേജിക്കപ്പെടുമ്പോൾ, ഒരു ഉദ്ദീപനത്തെ സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? when they are stimulated, ഉത്തേജിക്കപ്പെട്ടാൽ, outside it become negative and inside it become positive. പുറത്ത് നെഗറ്റീവും ഉള്ളിൽ പോസിറ്റീവുമായിട്ട് മാറും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സഡൻലി ദർ ഈസ് എ ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം ഓർ എ ചേഞ്ച് ഇൻ അയോണിക് ഇക്വിലിബ്രിയം. അയോണുകളുടെ വിന്യാസത്തിൽ, സന്തുലിതാവസ്ഥയിൽ ഒരു മാറ്റം സംഭവിക്കുന്നു. അപ്പം നമ്മൾ പറയും ദേ ആർ സ്റ്റിമുലേറ്റഡ്, ഉത്തേജിക്കപ്പെട്ടു. അപ്പം നമ്മൾ പറഞ്ഞു ദിസ് ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം, ഈ പറയുന്ന സന്തുലിതാവസ്ഥയിലുണ്ടായ മാറ്റം doesn't last for a long time, വളരെയധികം സമയത്തേക്ക് നീണ്ടു നിൽക്കുന്നില്ല. എന്ത് ചെയ്യും? ദിസ് ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം മേ ട്രാൻസ്ഫർ ടു ദ നൈബറിംഗ് റീജിയൻ, തൊട്ടടുത്ത ഭാഗത്തേക്ക് കൈമാറ്റം ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ടു മെയിൻറ്റെയിൻ ദി ഇക്വിലിബ്രിയം, ഇപ്പുറത്തും ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സന്തുലിതാവസ്ഥ പാലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൊട്ടടുത്ത ഭാഗം പുറത്ത് നെഗറ്റീവും ഉള്ളിൽ പോസിറ്റീവും. അപ്പോൾ ഇവിടെയോ നേരത്തെ ഉണ്ടായിരുന്നത് പ്രീവിയസ് റീജിയൻ ബിക്കം ഇക്വിലിബ്രേറ്റഡ്, തൊട്ടടുത്തുള്ള ഭാഗം എന്തായിട്ട് മാറും? സന്തുലിതാവസ്ഥയിലേക്ക് എത്തും. ഓക്കെ ആണോ? ആൻഡ് ലൈക്ക് ദീസ്, ഇതുപോലെ എന്ത് ചെയ്യും? ഈ പറയുന്ന ചേഞ്ച് ഇൻ അയോണിക് ഇക്വിലിബ്രിയം, ഈ പറയുന്ന അയോണിക് ക്രമീകരണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, സന്തുലിതാവസ്ഥയുടെ മാറ്റം ട്രാൻസ്ഫർ ടു ദ നൈബറിംഗ് റീജിയൻസ് ആൻഡ് റീച്ചസ് ടു ദ ബ്രെയിൻ. എവിടേക്ക് എത്തും? ബ്രെയിനിലേക്ക് എത്തും. പറഞ്ഞ് മനസ്സിലായ? അപ്പോൾ ഈ പറയുന്ന ചേഞ്ച് ഇൻ അയോണിക് ഇക്വിലിബ്രിയം ഈസ് കൺസിഡേർഡ് ആസ്, എന്ത് പേര് വിളിക്കാം നമുക്ക്? ഇമ്പൾസ്. അയോണുകളുടെ ക്രമീകരണത്തിലുണ്ടായ ഈ മാറ്റത്തിന് നമുക്ക് എന്ത് വിളിക്കാം? ഇമ്പൾസ് എന്ന് വിളിക്കാം. ഒന്നും കൂടി ക്ലിയർ ആക്കാം. എന്ന് പറയണേ, ദ മെസ്സേജസ് ട്രാൻസ്ഫേർഡ് ത്രൂ ദ ന്യൂറോൺ, ദ മെസ്സേജസ് കണ്ടക്റ്റഡ് ത്രൂ ദ ന്യൂറോൺസ്. ന്യൂറോണിലൂടെ കടന്നു പോകുന്ന മെസ്സേജ് എന്ത് മെസ്സേജാ? വേറൊരു മെസ്സേജ് അല്ല. ഇലക്ട്രിക്കൽ മെസ്സേജസ് കണ്ടക്റ്റഡ് ത്രൂ ദ ന്യൂറോൺ. ദ ഇലക്ട്രിക്കൽ മെസ്സേജസ് കണ്ടക്റ്റഡ് ത്രൂ ദ ന്യൂറോൺസ് ആർ നോൺ ആസ് ഇമ്പൾസ്. എന്താ പറഞ്ഞേ? ന്യൂറോണിലൂടെ കടന്നു പോകുന്ന വൈദ്യുതപരമായ സന്ദേശങ്ങളെ, ന്യൂറോണിലൂടെ കടന്നു പോകുന്ന വൈദ്യുതപരമായ സന്ദേശങ്ങളെ എന്ത് പേര് വിളിക്കാം നമുക്ക്? ആവേഗം. ന്യൂറോണിലൂടെ കടന്നു പോകുന്ന വൈദ്യുതപരമായ സന്ദേശങ്ങളെ എന്ത് പേര് വിളിക്കാം? ആവേഗം എന്ന് പറയാം. ഓക്കെ ആണോ? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യ, ഹാഫ് ഇയർലിക്ക് ആയാലും ഫൈനൽ എക്സാമിനായാലും SSLCക്ക് ആയാലും മോഡൽ എക്സാമിനായാലും ഭൂരിഭാഗം ടെക്സ്റ്റ് ബുക്കുകൾ നോക്കി ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കിയാൽ ഏത് കാണാനായിട്ട് കഴിയും? ഈ പറയുന്ന ക്വസ്റ്റ്യൻ കാണാനായിട്ട് കഴിയും. ഹൗ the impulses get generated or messages get generated and how they are transmitted. ഇതെങ്ങനെയാണ് കടന്നു പോകണേ, എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് നല്ല വൃത്തിയായിട്ട് ചോദിക്കും. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇതാണ് എന്ന് പറയുന്നത് നമ്മൾ ഹൗ ദ മെസ്സേജസ് ആർ ജനറേറ്റഡ് ഓർ ഹൗ ദ ഇമ്പൾസസ് ആർ ജനറേറ്റഡ്. അപ്പോൾ ഇമ്പൾസ് എന്നാൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? They are the electrical messages conducted through the neuron. ന്യൂറോണിലൂടെ കടന്നു പോകുന്ന വൈദ്യുതപരമായ സന്ദേശങ്ങളാണ് ആര്? ആവേഗങ്ങൾ. എങ്ങനെ ഉണ്ടാവണം ആവേഗങ്ങൾ? അപ്പോൾ ആവേഗങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പറയണം എന്ത്? ഈ പറയുന്ന ആക്സോണുകളുടെ ഇരുവശത്തും പ്ലാസ്മ സ്തരത്തിന് ഇരുവശത്തും ഉണ്ടാകുന്ന അയോണുകളുടെ ക്രമീകരണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമുണ്ട്. പുറത്ത് പോസിറ്റീവ് ചാർജ്,
ഉള്ളിൽ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ആ സമയത്ത് എന്തവസ്ഥ? സന്തുലിതാവസ്ഥ. വെൻ ദേ ആർ സ്റ്റിമുലേറ്റഡ്, ഒരു ഉദ്ദീപനം വന്നു, തൊട്ടു, അല്ലെ, സ്പർശം, ചൂട്, തണുപ്പ്, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, വന്നു കഴിഞ്ഞ് ദ സ്പെസിഫിക് റീജിയൻ ഗെറ്റ് ഡിസിക്ലിബ്രിയം, അറ്റൈൻ എ ഡിസിക്ലിബ്രിയം, അവിടെ ഒരു ഡിസിക്ലിബ്രിയം ഉണ്ടാവും, സന്തുലിതാവസ്ഥയിൽ മാറ്റം ഉണ്ടാവും, അസന്തുലിതാവസ്ഥയിലേക്ക് എത്തുമ്പോൾ എന്തായി? പുറത്ത് നെഗറ്റീവും ഉള്ളിൽ പോസിറ്റീവായിട്ട് മാറും. ആൻഡ് ദിസ് ഡസൻറ്റ് ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം, ഇത് കുറേ നേരത്തേക്ക് നീണ്ടു നിൽക്കില്ല. തൊട്ടടുത്ത ഭാഗത്തേക്ക് അതെന്ത് ചെയ്യും? കൈമാറ്റം ചെയ്യും. കൈമാറ്റം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തൊട്ടടുത്ത ഭാഗം പുറത്ത് നെഗറ്റീവും ഉള്ളിൽ പോസിറ്റീവ് ആകും. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഭാഗം പുറത്ത് പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവായിട്ട് മാറും. ക്ലിയർ ആയ? ആസ് ലൈക്ക് ദീസ് മെസ്സേജസ് ആർ ട്രാൻസ്ഫേർഡ് ത്രൂ ദ ന്യൂറോൺ. ഇതുപോലെ ഈ പറയുന്ന മെസ്സേജസ് ഇതിലൂടെ കടന്നു പോവും? ന്യൂറോണിലൂടെ കടന്നു പോവും. ഓക്കെ ആണോ? ഇങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? ആവേഗങ്ങൾ രൂപപ്പെടുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഒരു ഭാഗം കൂടി കഴിഞ്ഞു. ഹൗ ദ ഇമ്പൾസസ് ആർ ഗെറ്റ് ജനറേറ്റഡ് എന്ന് പറയുന്ന ഭാഗം കൂടി കഴിഞ്ഞു. ഇനി ചെറിയൊരു 2 പോയിന്റും കൂടി ഉണ്ട് ന്യൂറോണുകളെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ നോക്കിയാൽ ബ്രെയിൻ പറഞ്ഞു നമ്മൾ, സ്പൈനൽ കോഡ് പറഞ്ഞു നമ്മൾ, ന്യൂറോണുകൾ പറഞ്ഞു നമ്മൾ, നെർവ്സ് പറഞ്ഞു നമ്മൾ, റിസപ്റ്റേഴ്സ് പറഞ്ഞു നമ്മൾ, അല്ലേ? റിസപ്റ്റേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണെന്ന് പറഞ്ഞു, അല്ലേ? ടു റിസീവ് ടു റിസീവ് ദ സ്റ്റിമുലസ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ന്യൂറോൺ എന്താണെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ. ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു, ന്യൂറോണിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു, പാർട്സ് ഓഫ് ദി ന്യൂറോൺസ് പറഞ്ഞു, ഫങ്ഷൻസ് ഓഫ് ദീസ് പാർട്സ് ഓഫ് ദി ന്യൂറോൺസ് പറഞ്ഞു, അല്ലേ? ന്യൂറോണുകൾ പറഞ്ഞു, ന്യൂറോണിൻ്റെ ഭാഗങ്ങൾ പറഞ്ഞു, ഭാഗങ്ങളുടെ ധർമ്മങ്ങൾ പറഞ്ഞു, അല്ലേ? സിനാപ്സ് എന്താണെന്ന് പറഞ്ഞു, ഫങ്ഷൻസ് പറഞ്ഞു, എങ്ങനെയാണ് ന്യൂറോണുകളുടെ സന്ദേശങ്ങൾ പോകണമെന്ന് വരെ പറഞ്ഞു. ഇനി അടുത്തൊരു ഭാഗം നെർവ്സ് ആണ്. വാട്ട് ആർ നെർവ്സ്? എന്താണ് നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട് നാഡീ ചികിത്സ. നാഡികൾ മലയാളത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് നാഡികൾ. നാഡി എന്ന് പറയും. എന്താണ് നാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവ്സ് ആർ വളരെ സിമ്പിളാട്ടോ, ഒന്നുമില്ല. ദേ ആർ a group of axons. ആക്സോണുകളുടെ ഒരു കൂട്ടം. They are a group of axons. ആക്സോണുകളുടെ ഒരു കൂട്ടം. ആ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഈ പറയുന്ന നെർവ്സ് എന്ന് പറയുന്നത്. വെറുതെ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ പോരാ. വിച്ച് ആർ സറൗണ്ടഡ് ബൈ, എന്ത് ചെയ്യണു? അതിനെ പൊതിഞ്ഞിരിക്കണു. ആരാ? കണക്റ്റീവ് ടിഷ്യൂ. സറൗണ്ടഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂസ്. ഇപ്പം എന്താ ചെയ്യണേ? യോജക കലകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ആക്സോണുകളുടെ ഒരു കൂട്ടത്തെ എന്ത് പേര് വിളിക്കാം? നെർവ് എന്ന് വിളിക്കാം. എന്താ പറഞ്ഞേ? സിമ്പിളായിട്ട് these are a group of axons surrounded by connective tissues or protected by connective tissues. യോജക കലകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ആക്സോണുകളുടെ ഒരു കൂട്ടമാണ് നാഡി അഥവാ നെർവ്സ് എന്ന് പറയുന്നത്. നാഡികൾ അവയുടെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻസ് 3 തരംതിരിച്ചിട്ടുണ്ട്. ആരൊക്കെയാ 3 തരം നാഡികൾ? ഒന്ന് സെൻസറി നെർവ്സ്. സെൻസറി നെർവ്സ് മലയാളത്തിൽ പറയും സംവേദ നാഡി. സംവേദ നാഡി എന്ന് പറയും. എന്താ സംവേദ നാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻ എന്താണ്? They are made up of sensory nerve fibers. ഇവ നിർമ്മിച്ചിരിക്കുന്നത് സംവേദ നാഡി തന്തുക്കൾ കൊണ്ടാണ്. എന്താ പണി? എന്താ ധർമ്മം? The function of the sensory nerves is to carry, കൊണ്ടുപോവുക. എന്തിന്? Informations or messages or impulses. സന്ദേശങ്ങളെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആവേഗങ്ങളെ കൊണ്ടുപോവുക. എവിടെന്നാ? ഫ്രം ദ സെൻസ് ഓർഗൻസ്. നമ്മൾ പറയുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ ആരൊക്കെയാ? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയ നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്ന് ആവേഗങ്ങൾ എവിടേക്ക് കൊണ്ടുപോവുക? ബ്രെയിൻ
ആൻഡ് സ്പൈനൽ കോഡ്. മനസ്സിലായ? സെൻസറി നെർവ്സ് എന്താ ചെയ്യണേ? ക്യാരി ഇമ്പൾസസ് ഓർ മെസ്സേജസ് ഫ്രം ദ സെൻസ് ഓർഗൻസ്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് അല്ലേ? ഇതിൽ നിന്ന് എന്ത് ചെയ്യണു? ക്യാരി ദ ഇൻഫോർമേഷൻസ് ഫ്രം ദ സെൻസ് ഓർഗൻസ് ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ മസ്തിഷ്കം, സുഷുമ്ന എന്നിവയിലേക്ക് കൊണ്ടുപോകുന്ന നാഡികളാണ് ഏത് നാഡികൾ? സെൻസറി നെർവ്സ്. ഓക്കെ ആണോ? രണ്ടാമത്തെ നെർവ്സ് ആരാ? മോട്ടോർ നെർവ്സ്. എന്താ മലയാളത്തിൽ വിളിക്കുക? പ്രേരക നാഡി. വിളിക്കുന്ന പേര് പ്രേരക നാഡി. ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുക. പ്രേരിപ്പിക്കണമെങ്കിൽ എവിടെ നിന്ന് എവിടത്തേക്ക് വരണം? ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിന് ഇൻഫോർമേഷൻസ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. അപ്പോൾ എക്സാമ്പിളായി ഫങ്ഷനായി എന്താ ചെയ്യണേ? ദ ഫങ്ഷൻ ഓഫ് ദ മോട്ടോർ നെർവ് ഈസ് ടു ക്യാരി ഇൻഫോർമേഷൻസ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു ഡിഫറെൻറ്റ് ബോഡി ഓർഗൻസ്. എന്ത് ചെയ്യണു? പ്രേരക നാഡികളുടെ ധർമ്മം മസ്തിഷ്കം, സുഷുമ്ന എന്നിവയിൽ നിന്ന് ആവേഗങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗത്തേക്ക് കൊണ്ടുപോകുക. എന്താ പണി എന്ന് പറഞ്ഞേ? പ്രേരക നാഡിയുടെ ധർമ്മം ആവേഗങ്ങളെ മസ്തിഷ്കം, സുഷുമ്ന എന്നിവിടങ്ങളിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുക. ഇതാണ് പ്രേരക നാഡി. അപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ശരിയല്ലേ? സംവേദനാഡി സെൻസ് ഓർഗൻസിൽ നിന്ന് ബ്രെയിനിലേക്ക് കൊണ്ടുപോകുമ്പോൾ, സ്പൈനൽ കോഡിലേക്കും കൊണ്ടുപോകുമ്പോൾ, പ്രേരക നാഡി എന്ത് ചെയ്യും? ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിൽ നിന്നും ഡിഫറെൻറ്റ് ബോഡി ഓർഗൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകും. മൂന്നാമത്തെ ആള് പേര് ശ്രദ്ധിക്കാട്ടാ. മൂന്നാമത്തെ ആളുടെ മിക്സഡ് നെർവ്. മലയാളത്തിൽ വിളിച്ചു സമ്മിശ്ര നാഡി. മിക്സഡ് നെർവ് അഥവാ സമ്മിശ്ര നാഡി. അപ്പോൾ പേരിൽ തന്നെയുണ്ട് മിക്സഡ്, സമ്മിശ്രം. ആരൊക്കെ ചേർന്നത്? സെൻസറി നെർവ് ഫൈബേഴ്സും മോട്ടോർ നെർവ് ഫൈബേഴ്സും കൂടി ചേർന്നുണ്ടായ ആളാണ് ആരെന്ന് പറയണത്? മൂന്നാമത്തെ വിഭാഗം. ആര്? മിക്സഡ് നെർവ്സ് അഥവാ സമ്മിശ്ര നാഡി. അപ്പോൾ അവയുടെ ധർമ്മം എന്താവും? നേരത്തെ പറഞ്ഞ രണ്ടാളുടെയും പണി ഉണ്ടാവും. എന്താ രണ്ടാളുടെ പണി? നേരത്തെ പറഞ്ഞു they carry informations from the sense organs to the brain and spinal cord and also from the brain and spinal cord to different body organs. ശരീര ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നും മസ്തിഷ്കം, സുഷുമ്ന എന്നിവിടങ്ങളിലേക്കും മസ്തിഷ്കം, സുഷുമ്ന എന്നിവിടങ്ങളിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ആവേഗങ്ങൾ കൊണ്ടുപോകുന്നത് ആരുടെ പണിയാണ്? മിക്സഡ് നെർവിൻ്റെ പണിയാണ്. ഒരു ബെസ്റ്റ് എക്സാമ്പിളുടെ മിക്സഡ് നെർവിന് എക്സാമ്പിൾ ഫോർ ദ മിക്സഡ് നെർവ് ഈസ് സ്പൈനൽ കോഡ്. നമ്മൾ പറയുന്ന നമ്മുടെ സുഷുമ്ന നാഡി ഏതിന് എക്സാമ്പിളാണ്? സമ്മിശ്ര നാഡിക്ക് എക്സാമ്പിളാണ്. മറ്റു രണ്ട് നാഡിക്ക് എക്സാമ്പിളുകൾ നമുക്കിപ്പോൾ പഠിക്കാനില്ല. അടുത്ത ചാപ്റ്ററിൽ വരുമ്പോൾ നമുക്കിത് നോക്കിയിട്ട് ഏത് തരം നാഡിയാണ് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയായ ആരായി? നമ്മുടെ നെർവ്സായി. അപ്പോൾ നമ്മുടെ ഏതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞു എന്ന് പറയാം? നമ്മുടെ ന്യൂറോണിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് എടുക്കേണ്ടത് ഏതാണ്? നെർവസ് സിസ്റ്റം. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മാത്രം ഇടുക. നെർവസ് സിസ്റ്റം, നാഡി വ്യവസ്ഥ. അടുത്ത് നമുക്ക് എടുക്കാൻ പോകേണ്ട ഭാഗം നെർവസ് സിസ്റ്റം അഥവാ നാഡി വ്യവസ്ഥ. നാഡി വ്യവസ്ഥയ്ക്ക് നെർവസ് സിസ്റ്റത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. നാഡി വ്യവസ്ഥയ്ക്ക് നമ്മുടെ ശരീരത്തിലത്തെയാണ് കേട്ടോ ഈ പറയണത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലാണെന്ന് വിചാരിച്ച് പഠിക്കുക. നെർവസ് സിസ്റ്റത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം, ഷോർട്ടായിട്ട് CNS, സെൻട്രൽ നെർവസ് സിസ്റ്റം. അങ്ങനെ പറഞ്ഞാൽ മലയാളത്തിൽ കേന്ദ്ര നാഡീ വ്യവസ്ഥ. ഇപ്പുറത്തെയോ രണ്ടാമത്തെ പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റം മലയാളത്തിലും അങ്ങനെ തന്നെ കേട്ടാ. പെരിഫറൽ മലയാളം ആക്ച്വലി ഇതല്ല.
മലയാളം പരീതീയ നാഡീവ്യവസ്ഥ എന്നാ പറയാം. അതിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ 2 ഭാഗങ്ങൾ ആരൊക്കെ? 1 ബ്രെയിൻ മസ്തിഷ്കം, 2 സ്പൈനൽ കോഡ്. 1 ബ്രെയിന്, 2 സ്പൈനൽ കോഡ്. 1 മസ്തിഷ്കം, 2 സുഷുമ്ന. ക്രാനിയൽ നെർവ്സ് അങ്ങനെ പറഞ്ഞാൽ ശിരോനാഡി. ക്രാനിയൽസ് എന്താന്നൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ക്രാനിയൽ നെർവ്സ്, രണ്ടാമത്തെ സ്പൈനൽ നെർവ്സ്. നമ്മൾ ഏത് ഭാഗത്തേക്ക് കടന്നു? നെർവസ് സിസ്റ്റത്തിലേക്ക് കിടക്കുക. അപ്പോൾ നെർവസ് സിസ്റ്റം, ദ ഹ്യൂമൻ നെർവസ് സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. മനുഷ്യൻ്റെ നാഡീവ്യവസ്ഥയെ 2ആക്കി തിരിച്ചു. കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ. കേന്ദ്ര നാഡീവ്യവസ്ഥയെ 2 ഭാഗങ്ങൾ ആരൊക്കെ? മസ്തിഷ്കം, സുഷുമ്ന, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. പെരിഫറൽ നാഡീവ്യവസ്ഥയ്ക്ക് 2 ഭാഗങ്ങൾ ഏതൊക്കെ? ക്രാനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ്. ഓക്കെ ആണോ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു ട്ടാ. വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? എനി ഡൗട്ട്സ്? ആ, നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഒരു പറഞ്ഞോളും. അപ്പോൾ നമുക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകാം. നോട്ട്സ് ഇവിടെ അയച്ചു തരും. അപ്പം നോക്കിക്കുക, നോട്ട് നോക്കി വയ്ക്കുക. എന്നിട്ട് എല്ലാ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.